ഇത് കാലഘട്ടം. താനാരാ? എനിക്ക് ഞാനാരാന്നറിയണോ? ഇല്ലേ, ഈ സിറ്റി പുതിയത് നടക്കുന്നുണ്ടോ? കുറെ വർഷങ്ങൾ മുൻപ് ഞാൻ ഇങ്ങനെ പെട്ടുപോയ ലൂപ്പില്. അന്ന് ഞാൻ എന്തോ വലിയ തെറ്റവനോട് ചെയ്തു. ഇന്ന് നീ ഒരു തെറ്റ് ചെയ്യാണ്ട് പെട്ടുപോയി. അപ്പൊ അവനെ ആരും ഈ ലോകത്തിനോട് തന്നെ എന്തൊക്കെയോ പറയാനും ഈ ജോക്കറിന്റെ വീടിനടി ഒരു ആസ്ട്രോഡ് വന്നു വീണു. സയന്റിസ്റ്റൊക്കെ അത് പരീക്ഷ നോക്കി, പക്ഷെ അതിൽ നിന്നും കിട്ടിയില്ല. പിന്നെ തൊട്ട് ആ ജോക്കറിനെ കണ്ണിനും ഒക്കെ എന്തൊക്കെയോ മാറ്റം ഉണ്ടായിരുന്നു. ഒരു അമാനുഷ്യ ശക്തി കിട്ടിയ പോലെ ഒരാളെ കരുതി കുട്ടി അവിടെ ബോംബ് വെച്ച് പൊട്ടിച്ചു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. താദിഷമയുടെ കേക്ക്. ഞാൻ ഈ ജോക്കറെ പലപ്പോഴും കുറേ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. മുന്നേ ഞാൻ ഒരിക്കലും ഈ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. മാത്യു വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വന്നില്ലല്ലോ. ഞാൻ കുറേ നേരമായാലും ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു മിനിറ്റ്, അവ വന്നെന്ന് തോന്നരെ. ആ മാത്യു, നീ വന്നല്ലേ? നമുക്കിവിടെ നിന്ന് പോകണ്ടേ? എനിക്ക് സ്ഥലമൊക്കെ കാണിച്ചാ. ആണോ, ഞാൻ ഇവിടുത്തെ സ്ഥലമൊക്കെ കാണിച്ചു തരാം. എന്നെ പറയുക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ കൂടെ നിന്ന് സഹായിച്ചാൽ മതി. ഞാൻ മുഖത്തുള്ള കുഴപ്പം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? സർജറി എങ്ങനെ പോണു? അതിൻ്റെ പുറകെ പോകണ്ടേ? നീ ആദ്യമേ വന്ന് വണ്ടിയിൽ കയറും, നമുക്ക് പോകാം. ആദ്യം വന്ന് ആ കോടതി വരെ പോണ ഒരു ചെറിയ കേസിനായിട്ട് ബന്ധപ്പെട്ട. ശരിയടാ, നീ അങ്ങോട്ടേക്കും എനിക്കിൻ്റെ തിരക്കൊന്നും ഇല്ലല്ലോ. ആദ്യമേ വേണേൽ കോടതിയിലേക്കൊക്കെ പോക്കാം, കുഴപ്പമൊന്നുമില്ല. ആണോ, ശരി ശരി. കോടതി കേസ് ഇവിടെ തുടങ്ങുകയാണ്. എല്ലാ കക്ഷികളും പറ്റില്ലേ? യുവർ ഓണർ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വെച്ചേക്കുന്ന സ്ഥലം ഇയാൾ എനിക്ക് വിട്ടു തന്നില്ല. എന്ത് കാരണത്തോളാണ് വിട്ടു തന്നെയെന്ന് മനസ്സിലാവുന്നില്ല. യുവർ ഓണർ, എനിക്ക് ആ സ്ഥലം വിട്ടു തരാൻ പറ്റൂല. എൻ്റെ മകനും ഞാനും സുരക്ഷയോടെ ജീവിക്കുന്ന സ്ഥലമാണ് യുവർ ഓണർ. ഞാൻ ചെറിയ സർക്കസിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് യുവർ ഓണർ. എനിക്ക് സ്ഥലം വിട്ടു തന്നാൽ ഈ സിറ്റിയിൽ ഞാൻ തെരുവിൽ ജീവിക്കേണ്ടി വരും യുവർ ഓണർ. യുവർ ഓണർ, ഞാൻ ഇവർക്ക് പുതിയ വീട് മുതൽ വല്ലാൻ വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വല്ല മകൻ്റെ വിദ്യാഭ്യാസം വരെ ഞാൻ നോക്കിക്കോളാം യുവർ ഓണർ. ജോൺ, താങ്കൾ കാണിക്കുന്നത് വളരെ മോശമാണ്. താങ്കൾക്ക് വീട് മുതൽ എല്ലാം വെച്ചതെന്ന് പറഞ്ഞില്ലേ? യുവർ ഓണർ, നിങ്ങൾ എന്നാ പറഞ്ഞാലും എനിക്ക് പറ്റൂല. എൻ്റെ മകൻ ആകെയുള്ള സ്ഥലമാണ് യുവർ ഓണർ. ഞാനത് വിട്ടു തരൂല യുവർ ഓണർ. ജോണിന്റെ മകനുള്ള നിരവധി കാര്യങ്ങളായി ആ സ്ഥലം ജോണിന്റെ പേരിൽ തന്നെ കിടക്കും. ഓർഡർ, ഓർഡർ, ഓർഡർ. കേസെന്താടാ? നീ ജയിച്ചാ? എടാ, ആ ജോൺ എന്ന് പറഞ്ഞവൻ ഏതോ സർക്കസുകാരനാണ്. അതിന് മകന് വേണ്ടിയ സ്ഥലം വിട്ടുവരില്ലെന്ന് പറഞ്ഞ ആ സ്ഥലത്തിലടി ഒരു അപൂർവമായ സാധനമുണ്ട്. അത് നമുക്കോ കൈ കിട്ടിയാൽ നമുക്ക് ഈ ലോകം തന്നെ മാറ്റാൻ പറ്റും. അതെന്താ അങ്ങനത്തെ ഒരു അപൂർവ സാധനം? എനിക്കറിയില്ലാത്ത അപൂർവ സാധനം. ഞാൻ ഈ ടെക്നോളജിയൊക്കെ പഠിച്ചവനല്ലേ. നീ ആ അപൂർവ സാധനം എന്താന്ന് പറ. അതൊക്കെ നീ പിന്നെ അറിഞ്ഞോളൂ. നീ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചെയ്ത് കഴിഞ്ഞിട്ട് നീ പൊക്കോ. കാര്യം പറയാം, ആ സർക്കസുകാരനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഓടിക്കണം. നീ ഒരു കാര്യം ചെയ്യണം, അവൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഈ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് ആ മൊത്തം എക്സ്പ്ലോഷൻ ചെയ്യണം. അവനെ അവനെ ഒരുമിച്ച് ഇന്ന് വഹിക്കണം. അതെനിക്ക് നേരി കാണണം. നീ പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കോ? عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله. അപ്പൊ നീ കഥയില് നായകനാ അല്ല വില്ലനാ? ഈ കഥയിൽ ഞാൻ വില്ലനാടാ. عندي لك رقصة قوية يا الحبيب صبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز
ഓ, രാവിലെ തുടങ്ങിയ മഴയാ. കറിക്കട്ടെ. ഇതെന്താ പുറകില്ല ഇവനാ? വീണ്ടും ഇവിടെ വന്ന സിറ്റി ആനകൾക്ക് വേണ്ടി നിങ്ങൾ അടുത്തേക്ക് വരികയാണ്. എന്നെ കൊന്നവന്മാരെ ഓരോരുത്തന്മാരെയായിട്ട് ഞാൻ കൊല്ലാൻ പോവാ.